ഹലോ. അപ്പൊ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എനിക്ക് വാട്സപ്പിൽ എന്റെ ഫ്രണ്ട്സ് തന്നെ കുറച്ച് പേര് ചോദിച്ച ഒരു ഡൗട്ടാണ്, ഹെയർ എന്നൊക്കെയാണ് വാഷ് ചെയ്യാറുള്ളത്, അതേപോലെ ഡെയിലി വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഡെയിലി വാഷ് ചെയ്ത ഹെയർ ഫോൾ ഉണ്ടായിരിക്കോ, പിന്നെ അതേപോലെ തന്നെ ശ്വേത എന്നൊക്കെയാണ് ഹെയർ വാഷ് ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ കുട്ടിക്കാലം മുതൽ എനിക്കൊരു വിശ്വാസമുണ്ട്, ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ച ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്നുള്ളത്. അത് കുട്ടിക്കാലത്ത് ആരോ പറഞ്ഞു കേട്ട ഒരു അറിവാണ് എനിക്ക്. സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ അതാണ് ഫോളോ ചെയ്യാറ്. അപ്പൊ 3 ദിവസം ഞാൻ കമ്പൽസറി ആയിട്ട് ഹെയർ വാഷ് ചെയ്യും. ഒന്ന് ട്യൂസ്ഡേയും ഫ്രൈഡേയും എന്തായാലും ഹെയർ വാഷ് ചെയ്യും. അതിപ്പോ ഡീപ്പായിട്ട് ഓയിൽ ചെയ്ത് ഷാമ്പു ഇടാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഓയിൽ തൊട്ട് പുരട്ടിയിട്ടെങ്കിലും ഹെയർ ഒന്ന് വാഷ് ചെയ്ത് എടുക്കാറുണ്ട് പറ്റുന്ന പോലെ. പിന്നെ പറ്റുവാണെങ്കിൽ ആ ഡേയ്സിൽ ഞാൻ എന്തെങ്കിലും ഹെയർ പാക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് ഹെയറിന് വേണ്ടിയിട്ട്. നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ദിവസങ്ങളിൽ ചെയ്യുന്നത്. പിന്നെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് കോളേജ് സ്കൂൾ ഡേയ്സിലൊക്കെ നമുക്ക് സൺഡേസിലൊക്കെ ഓഫ് ആണല്ലോ, ഇപ്പോഴല്ലേ ഓഫ് ഒന്നും ഇല്ലാതെ പോയി. അപ്പോ സൺഡേസിൽ ഞാൻ എന്റെ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു ഹെയർ കെയർ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നന്നായിട്ട് ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് 1 hour പിടിച്ച് പിന്നെ നല്ലൊരു ഇത് എന്താണ് പാക്കൊക്കെ അപ്ലൈ ചെയ്ത്, ഇപ്പൊ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും എനിക്ക് എല്ലാ ആഴ്ചയിലും പാക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ജസ്റ്റ് ഓയിൽ തൊട്ട് പരട്ടിയിട്ട് ഹെയർ വാഷ് ചെയ്തെടുക്കായിരിക്കും മിക്കപ്പോഴും ചെയ്യുന്നുണ്ടായിരിക്കാം. പാക്ക് അപ്ലൈ ചെയ്യാനുള്ളപ്പോഴൊക്കെ ഞാൻ ഈവനിങ് ആയിരിക്കും ഹെയർ വാഷ് ചെയ്യുക, ട്യൂസ്ഡേ തേഴ്സ്ഡേയിലൊക്കെ. അപ്പൊ നമുക്ക് സ്കൂളും കോളേജൊക്കെ വിട്ട് വന്നിട്ട് വൈകിട്ട് സമാധാനമായിട്ട് ചെയ്യാമായിരുന്നല്ലോ, അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ സൺഡേയിലാണ് ഞാൻ മെയിൻ ആയിട്ട് നല്ല പാക്കൊക്കെ അപ്ലൈ ചെയ്ത് പിടിക്കാറ് കേട്ടോ. അപ്പോ നിങ്ങളിപ്പോ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 3 ദിവസം ഫിക്സ് ചെയ്യുക ആഴ്ചയിൽ. ആ ദിവസങ്ങളിൽ കറക്റ്റ് ആയിട്ട് തന്നെ ഹെയർ വാഷ് ചെയ്യാം. ഇപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ടെമ്പിൾ വിസിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു ദിവസം അഡീഷണൽ ഹെയർ വാഷ് ചെയ്യേണ്ടി വന്നാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷെ എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ ഓരോ കൺസേൺസ് വരില്ലല്ലോ. അപ്പൊ നമ്മുടെ ഹെയർ കെയറിന്റെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു 3 ദിവസം നിങ്ങളുടെ ഹെയർ കെയർ അല്ലെങ്കിൽ ഹെയർ വാഷിന് വേണ്ടി ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോ തന്നെ മാർക്ക് ചെയ്ത് വെച്ചോ നിങ്ങളുടെ മനസ്സിൽ, ട്യൂസ്ഡേ, ഫ്രൈഡേ ആൻഡ് സൺഡേ. ഓക്കെ. ഈ സൺഡേ എന്നുള്ളത് നിങ്ങൾക്ക് ഒഴിവിനനുസരിച്ച് എന്നാണോ നിങ്ങൾക്ക് ഒരു ദിവസം ഓഫ് എന്തായാലും ഉണ്ടായിരിക്കില്ല, ആ ദിവസം നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം കേട്ടോ. ട്യൂസ്ഡേയും ഫ്രൈഡേയും കമ്പൽസറി ആയിട്ട് അതൊന്ന് റുട്ടീൻ ആക്കി മാറ്റാം. കാരണം അത് എനിക്കതൊരു വിശ്വാസമാണ് കേട്ടോ. അപ്പൊ ബാക്കി നിങ്ങൾ പറയാ, അല്ലെങ്കിൽ അതേപോലെ ചെയ്യാം. ഓക്കെ, 3 ദിവസം എന്തായാലും ഫിക്സ് ചെയ്യാം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ, പാക്കുകൾ, കാര്യങ്ങൾ, ഹെയർ കെയർ ടിപ്സുകൾ ഒക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.